കോടിക്കണക്കിന് മക്കൾ വസിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒരുപാട് മക്കൾ ഉടമ്പടി എടുത്തിട്ടുള്ള ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയായി അപ്പാവ് എന്നെ ഉയർത്തിയതിൽ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ പേര് രാഹുൽ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 27/4/2022 അതിനു മുമ്പ് ആദ്യമായി യേശുവിനെ എൻ്റെ ഭവനത്തിലേക്കും എന്നിലേക്കും സ്വീകരിച്ചത് ആദ്യമായി എങ്ങനെയാണെന്ന് പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷത്തിനെങ്കിലും മുമ്പ് ഒരിക്കൽ എൻ്റെ ചേച്ചി പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരി ചേച്ചിയുടെ കൂട്ടുകാരിക്ക് ഒരു കൊന്ത കിട്ടുകയും അത് അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അതൊരു പള്ളി കണ്ടപ്പോൾ എടുത്ത് മാറ്റാനായിട്ട് നോക്കുകയും അതെൻ്റെ ചേച്ചി വാങ്ങിക്കുകയും അത് വീട്ടിലേക്ക് കൊണ്ടുവരികയും അന്ന് ആദ്യമായിട്ടാണ് യേശു ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുകയും ഞങ്ങളത് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്നൊരു വ്യക്തി മാത്രം ഓക്കെ, കാരണം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞാനൊരു അക്രൈസ്തവനാണ്. അപ്പം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതിലൊന്ന് മുത്തിയിട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് യേശുവിനെ ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിലേക്കും ഞങ്ങൾ ഓരോ മക്കളുടെ ഹൃദയത്തിലേക്കും ഏറ്റെടുത്തത്. പിന്നീട് യേശുവിനെ ഞാൻ കൂടുതലായിട്ട് യേശു ആരാണെന്ന്, എന്താണെന്നും, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും, എന്താണെന്നും ഒക്കെ അറിയാൻ തുടങ്ങിയത് ഉടമ്പടി എന്ന മഹാപുണ്യം ഞങ്ങളിലേക്ക് എത്തിയപ്പോഴാണ്. അത് എത്താൻ കാരണം അത് ഞാനൊന്ന് പറയാം എങ്ങനെയാണെന്ന്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാടകക്കാർ വരികയും അവരവിടെ അവർ വാടകയ്ക്ക് താമസിക്കുകയും അവർ ഏതാണ്ട് 2 വർഷത്തോളം അവിടെ താമസിക്കാനായിട്ട് വന്ന്. അപ്പോൾ 1.5 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ താമസമൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആ വീട്ടിലേക്ക് അവരുടെ അനിയത്തി താമസത്തിന് വരികയും. അപ്പോൾ അവരെ വായിന്നാണ് ഒരു ദിവസം എന്തോ കഴിച്ചോന്ന് ഇങ്ങനെ ചോദിച്ചത്. കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്കിന്ന് ഉപവാസമോ കൃപാസനത്തിലെന്ന് പറഞ്ഞ് ഞാനതവിടെ കേട്ട് കൃപാസ ഉപാസം കളഞ്ഞു പോയി. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്താണ് അത് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഞാൻ പിറ്റേന്ന് ചോദിച്ചു, ചേച്ചി എന്താ ഇന്നലെ ചേച്ചി പറഞ്ഞ് ആഹാരം കഴിച്ചില്ല, ഉപവാസമോ കൃപാസനോ? അന്നേരം പറഞ്ഞു, രാഹുൽ ഇതൊരിക്കലും കേട്ടിട്ടില്ലേ കൃപാസനോ എന്നൊക്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, കേട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അന്നേരം എനിക്കിതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നു. ഇനി എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഞാൻ 7 ഉടമ്പടിയായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ആദ്യമായിട്ട് ഞാൻ വെച്ചേക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് ജോലി. ഞാൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 7 ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ ആ കാര്യം സാധിച്ചില്ല. പക്ഷേ എനിക്കതിന് ഒട്ടും വിഷമമൊന്നൊരു സാധനമില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇപ്പം എൻ്റെ